എല്ലാവർക്കും 19ാമത്തെ പേജിലേക്ക് സ്വാഗതം. ഇനി നമ്മൾ ഒരു പുതിയ പാഠഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, ആ 19ാമത്തെ പേജ് തുടങ്ങുമ്പോൾ നമുക്ക് കാണാം ലെറ്റസ് റീഡ് ആൻഡ് റിഫ്ലക്ട്, അതായത് നമുക്ക് വായിച്ച് ചിന്തിക്കാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റീഡ് എന്ന് വെച്ചാൽ വായിക്കുക, റിഫ്ലക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കുക. ഓക്കെ, എവരി ഹ്യൂമൻ ബീയിങ്, എവരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ, ഹ്യൂമൻ ബീയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരും, ഡിസേർവ് അവകാശമുള്ളവരായി തീരുന്നു. ഓക്കെ, ഓൾ അവകാശമുള്ളവരാണ്, ടു ബി ഫ്രീ അത് സ്വതന്ത്രരായിരിക്കുവാനും, ആൻഡ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി അതോടൊപ്പം മഹത്വത്തോടെ ജീവിക്കുന്നതിനും. അപ്പൊ എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് സ്വാതന്ത്ര്യത്തോടും ആഠ്യത്വത്തോടെ അല്ലെങ്കിൽ മഹത്വത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി. ദീസ് ആർ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ്, ഇത് എന്താണ്? യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ് ആണ്, അതായത് ലോകം എമ്പാടുമുള്ള എല്ലാ മനുഷ്യരുടെയും റൈറ്റ് ആണ് അല്ലെങ്കിൽ അവകാശമാണ്. റൈറ്റ് എന്ന് വെച്ചാൽ അവകാശം. ബട്ട് ഇൻ ദ വേൾഡ്, പക്ഷെ ലോകത്ത്, വി ലീവ് ഇൻ ദ വേൾഡ് വി ലീവ് ഇൻ, ബട്ട് ഇൻ ദ വേൾഡ് വി ലീവ് ഇൻ, അതായത് നാം ജീവിക്കുന്ന ഈ ലോകത്ത്, ബട്ട് ദ വേൾഡ് പക്ഷേ ഇൻ ദ വേൾഡ് വി ലീവ് ഇൻ, അതായത് നാം ജീവിക്കുന്ന ഈ ലോകത്ത്, മില്യൺസ് ഓഫ് പീപ്പിൾ ദശലക്ഷക്കണക്കിന് ആളുകൾ ആർ ഡിനൈഡ് ഓഫ് ദിസ് ബേസിക് റൈറ്റ്, ഡിനൈഡ് നൽകപ്പെടുന്നില്ല അല്ലെങ്കിൽ ലഭിക്കുന്നില്ല. എന്താണ്? ദിസ് ബേസിക് അടിസ്ഥാനപരമായ അവകാശം നൽകപ്പെടുന്നില്ല. ബേസിക് എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായ, റൈറ്റ്സ് എന്ന് വെച്ചാൽ അവകാശം. ഓക്കെ, സ്പിൽമാൻ പിയാനിസ്റ്റ്, എ കമ്പോസർ. അപ്പൊ ഈ സ്പിൽമാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പിയാനിസ്റ്റ് ആയിരുന്നു, അതായത് പിയാനോ വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പിയാനോ എന്ന് പറയുന്ന ഒരു സംഗീതോപകരണമാണ്. അത് കാലുകൊണ്ട് ചവിട്ടുകയും അത് കാറ്റ് ഉള്ളിലേക്ക് എടുത്ത് കൈകൊണ്ട് ഈ കീബോർഡിന്റെ അല്ലെങ്കിൽ ഹാർമോണിയത്തിന്റെ കട്ടകൾ പോലെയുള്ളതിനകത്ത് ഞെക്കുകയും ചെയ്ത് വായിക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പൊ അദ്ദേഹം ഒരു പിയാനോ വായിക്കുന്ന ആളായിരുന്നു. ആൻഡ് കമ്പോസർ, അതുപോലെ തന്നെ സംഗീതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. വാസ് എ പോളിഷ് ജൂ, ഒരു പോളണ്ടുകാരനായ ജൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദനായിരുന്നു അല്ലെങ്കിൽ ജൂതനായിരുന്നു. ഹി വാസ് ഫോഴ്സ്ഡ് ടു ലീവ് ഇൻ ദ ഗെട്ടോ, അദ്ദേഹം ഒരു വളരെ മിസറബിൾ ആയിട്ടുള്ള, ഓക്കെ, അദ്ദേഹം ഈ ഗെട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂതന്മാർക്ക് മാത്രമായിട്ട് താമസിക്കാനായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഓക്കെ, എ ഡിസ്മാൽ പ്ലേസ്, അത് വളരെ മിസറബിൾ ആയിട്ടുള്ള, വളരെ അരിഷ്ടത നിറഞ്ഞ, വളരെ കഷ്ടം നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. മെന്റ് ഫോർ ജൂസ് എലോൺ, അത് ജൂതന്മാർക്ക്, യഹൂദർക്ക്, ജൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലോൺ എന്ന് വെച്ചാൽ ജൂതന്മാർക്ക് മാത്രമായിട്ട് ഉള്ള ഒരു ഗെട്ടോയിലായിരുന്നു ജീവിച്ചിരുന്നത്. ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ, അതായത് ഡ്യൂറിങ് ഒരു സമയത്ത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ദ സെക്കൻഡ് വേൾഡ് വാർ, അതായത് രണ്ടാം യുദ്ധ സമയത്ത്. WW2 എന്നിവിടെ തന്നിട്ടുണ്ട്, അതായത് വേൾഡ് വാർ എന്നുള്ളതിന്റെ, വേൾഡ് എന്നുള്ളതിന്റെ ഡബ്ല്യൂയും വാർ എന്നുള്ളതിന്റെ ഡബ്ല്യൂയും ചേർന്നിട്ടാണ് 2 എന്ന് പറഞ്ഞ വേൾഡ് വാർ സെക്കൻഡ്. മോസ്റ്റ് ഓഫ് ദ ജൂസ് വെർ ദെൻ സെന്റ് ടു കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, ആ രണ്ടാം ലോക മഹായുദ്ധം, മോസ്റ്റ് ഓഫ് ദ മിക്കവാറും ഓഫ് ദ ജൂസ് ജൂതന്മാർ, വേർ അവർ ദെൻ സെന്റ് ടു അയക്കപ്പെട്ടിരുന്നു, കോൺസെൻട്രേഷൻ ക്യാമ്പ് എവിടെയാണ്? തടങ്കൽ പാളയങ്ങളിലേക്ക്. യഹൂദന്മാരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജർമ്മൻസ് ഉണ്ടാക്കിയിരിക്കുന്ന തടങ്കൽ പാളയത്തിന് പറയുന്ന പേരാണ് കോൺസെൻട്രേഷൻ ക്യാമ്പ്. അവിടെ അവരെ കൊണ്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയും അവരെ കൊണ്ട് അന്യായമായിട്ട് പണിയെടുപ്പിക്കുകയും ചെയ്യുമായിരുന്നു. വേർ ദേ വേർ ടോർച്ചേർഡ്, അവിടെ അവരെ പീഡിപ്പിച്ചിരുന്നു. ആൻഡ് ദെൻ ടു ഗ്യാസ് ചേമ്പേഴ്സ്, അങ്ങനെ പീഡിപ്പിക്കുകയും പണിയെടുപ്പിക്കുകയും ചെയ്ത് അവസാനം അവർക്ക് അതിന് ചെയ്യാൻ പണിയെടുക്കാൻ പറ്റാതെ വരുമ്പോൾ അപ്പോൾ ടു ഗ്യാസ് ചേമ്പേഴ്സ്, അതായത് ഒരു ഇടുങ്ങിയ മുറി, ആ മുറിക്കകത്തേക്ക് കാറ്റ് കയറുകയില്ല, അതിലേക്ക് യൂതന്മാരെ എല്ലാവരെയും കയറ്റി വിട്ടേച്ച് വിഷവാതകം അടിച്ചു കയറ്റും. അങ്ങനെയുള്ള മുറിക്ക് പറയുന്ന പേരാണ് ഗ്യാസ് ചേമ്പേഴ്സ്. വേർ ദേ വേർ കിൽഡ് ഇൻ മാസസ്, അവിടെ അവരെ കൂട്ടക്കുരുതിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ലെറ്റ് us റീഡ് ദ സ്റ്റോറി ഓഫ് സ്പിൽമാൻസ് ഡെസ്പറേറ്റ് സ്ട്രഗിൾ ടു സ്റ്റേ അലൈവ് ഡ്യൂറിങ് ദ വാർ. ലെറ്റസ്, നമുക്ക് റീഡ് ദ സ്റ്റോറി ഓഫ് സ്പിൽമാൻ, അതായത് സ്പിൽമാന്റെ കഥ വായിക്കാൻ. ഡെസ്പറേറ്റ്, ബുദ്ധിമുട്ടി ഉള്ള സ്ട്രഗിൾ, പ്രയാസങ്ങൾ, അദ്ദേഹം യാതനകൾ അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രയാസം അനുഭവവും യാതനയും, ടു സ്റ്റേ അലൈവ് ജീവിക്കുന്നതിന് വേണ്ടി, ഡ്യൂറിങ് ദ വേൾഡ് വാർ, അതായത് രണ്ടാം ലോക യുദ്ധകാലത്ത്. ഓക്കെ, ഇൻ ദ ആറ്റിക് എന്നാണ് ആ കഥയുടെ പേര് തന്നെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ഇൻ ദ ആറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കഥയുടെ പേര്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് കടക്കാൻ പോവുകയാണ്. ഐ സ്ലംബ്ഡ് ഓൺ ദ ചെയർ ബൈ ദ ലാഡർ ഡോർ. ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, സ്ലംബ്ഡ് കുഴഞ്ഞു വീണു, ഓൺ ദ ചെയർ കസേരയിലേക്ക്, ബൈ ദ ലാഡർ ഡോർ, അതായത് കോണി കയറി ചെല്ലുന്നതിന്റെ മുമ്പിലുള്ള ആ ഡോറിന്റെ അവിടെ ഞാൻ കസേരയിലേക്ക് കുഴഞ്ഞു വീണു. ഇറ്റ് വാസ് സം ടൈം ബിഫോർ, അല്പസമയം മുൻപ്, അല്പസമയം മുമ്പ്, ഐ സ്റ്റാമേഡ്, ഞാൻ വിക്കി പറഞ്ഞു. സ്റ്റാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്കുവാക്കെ, സ്റ്റാമേഡ് എന്ന് വെച്ചാൽ വിക്കി പറഞ്ഞു. വിത്ത് ഡിഫിക്കൽറ്റി, വളരെ പ്രയാസത്തോടു കൂടി,
ഡു വാട്ട് യു ലൈക്ക് ടു മീ. ഡു ചെയ്യുക, വാട്ട് എന്താണോ, യു ലൈക്ക് ടു മീ നിനക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് ചെയ്യുക. ഐ ആം നോട്ട് മൂവിങ് ഫ്രം ഹിയർ ഞാൻ ഇവിടെ നിന്ന് മാറുന്നില്ല. ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു. ഐ ഹാവ് എനിക്ക്, നോ ഇൻറ്റൻഷൻ ഒരാഗ്രഹവുമില്ല അല്ലെങ്കിൽ ഒരു ലക്ഷ്യവുമില്ല, ഓഫ് ഡൂയിങ് എന്തെങ്കിലും ചെയ്യാൻ, എനിത്തിങ് ടു യു നിന്റെ മേൽ, അതായത് നിന്നോട് എന്തെങ്കിലും ചെയ്യുവാൻ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. ദ ഓഫീസർ സെഡ് ആ ഓഫീസർ പറഞ്ഞു. ദെൻ ഹി ആസ്ക്ഡ് മീ അതിനുശേഷം ഹി അവൻ ആസ്ക്ഡ് മീ ചോദിച്ചു. വാട്ട് ഡു യു ഡു നീ എന്താണ് ചെയ്യുന്നത്, ഫോർ എ ലിവിങ് ജീവിക്കാൻ വേണ്ടി. അപ്പോൾ നീ എന്താണ് ചെയ്യുന്നത് ജീവിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി നീ എന്താണ് ചെയ്യുന്നത്. ഐ ആം എ പിയാനിസ്റ്റ് ഞാൻ ഒരു പിയാനോ വായിക്കുന്ന ആളാണ്. ഹി ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി അവൻ ലുക്ക്ഡ് അറ്റ് മീ എന്നെ നോക്കി, മോർ ക്ലോസ്ലി കൂടുതൽ അടുത്ത് വന്ന്. ഓക്കെ, അവൻ എന്നെ കൂടുതൽ അടുത്ത് വന്ന് നോക്കി. ദെൻ ഹിസ് ഗ്ലൻസ് അവൻ്റെ നോട്ടം, അതിനുശേഷം ഹിസ് അവൻ്റെ ഗ്ലൻസ് നോട്ടം, ഫെൽ ഓൺ ദ ഡോർ അതായത് ആ വാതിലിൽ ചെന്ന് പതിച്ചു. ടു ദ അതർ റൂം അടുത്ത മുറിയിലേക്കുള്ള വാതിലിലേക്ക് ചെന്ന് പതിച്ചു അവൻ്റെ നോട്ടം. ടു ദി അതർ റൂം മറ്റേ മുറിയിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത മുറിയിലേക്കുള്ള. ആൻ ഐഡിയ ഒരാശയം, സീംഡ് ടു ഹാവ് സ്ട്രക്ക് ഹിം അവൻ്റെ ഹൃദയത്തിൽ ഉദിച്ചു വന്നുവെന്നോ അവനിൽ ബാധിച്ചുവെന്നോ അവനിൽ ഉണ്ടായി എന്നോ ഒക്കെ നമുക്ക് പറയാം. സ്ട്രക്ക് ഹിം. കം വിത്ത് മീ എൻ്റെ ഒപ്പം വരിക. വിൽ യു നിങ്ങൾ വരില്ലയോ. വി വെൻ ടു ദ നെക്സ്റ്റ് റൂം ഞങ്ങൾ അടുത്ത മുറിയിലേക്ക് ചെന്നു. വെന്റ് പോയി. ഇൻ ടു ദ നെക്സ്റ്റ് റൂം അടുത്ത മുറിയിലേക്ക്. വെയർ അവിടെ. എ പിയാനോ സ്റ്റുഡ് പിയാനോ നിന്നിരുന്നു. ബൈ ദ വാൾ അതായത് ഭിത്തിയുടെ സൈഡിൽ അല്ലെങ്കിൽ ഭിത്തിയുടെ അടുത്ത് ഒരു പിയാനോ നിന്നിരുന്നു. ദ ഓഫീസർ പോയിന്റഡ് ടു ദ ഇൻസ്ട്രുമെന്റ് ആ ഓഫീസർ എന്ത് ചെയ്തു, പോയിന്റഡ് ചൂണ്ടിക്കാണിച്ചു. ടു ദ ഇൻസ്ട്രുമെന്റ് ആ ഇൻസ്ട്രുമെന്റിലേക്ക്. പ്ലേ സംതിങ് നീ അത് ഒന്ന് വായിക്കുവാനായിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലേക്കാണ്. ഓക്കെ, ഒന്നാമതായിട്ട് വാട്ട് വാസ് ദ ഓഫീസേഴ്സ് ആറ്റിറ്റ്യൂഡ് ടു സ്പിൽമാൻ എന്തായിരുന്നു ആ ഓഫീസറുടെ മനോഭാവം സ്പിൽമാനോട്. അതായത് ഇതിന്റെ ഉത്തരം ഡയറക്റ്റ് ആയിട്ട് ഈ പാരഗ്രാഫിൽ തരുന്നില്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് എടുക്കണം. ദ ഓഫീസർ വാസ് കൈൻഡ് അതായത് ആ ഓഫീസർ ദയയുള്ളവനായിരുന്നു. അതുപോലെ തന്നെ കമ്പാഷനേറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആ ഓഫീസർ എന്താണ്, അവനോട് സിമ്പതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവനോട് സിമ്പത്തറ്റിക് ആയിരുന്നു. അതായത് ഇവൻ ഇങ്ങനെ ഒരു കഷ്ടം വന്നല്ലോ എന്നുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നവനാണ്. ദയയുള്ളവനായിരുന്നു, കൈൻഡ് ആയിരുന്നു. അതുപോലെ കമ്പാഷനേറ്റ് സിമ്പത്തറ്റിക് ആയിരുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നോർത്ത് ദയ കാണിക്കുന്നവനായിരുന്നു. ടു ദ സ്പിൽമാനോട് ദയയും കരുണയും കാണിക്കുന്നവനായിരുന്നു. ഹി വാസ് ജനറസ് അവൻ വളരെ ജനറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിബർ ആയിട്ടുള്ള, അതായത് ബാക്കിയുള്ള ആളുകളെല്ലാം ബാക്കിയുള്ള ജർമ്മൻ ഓഫീസേഴ്സ് പട്ടാളക്കാരെല്ലാം വളരെ ക്രൂരനായിരിക്കുമ്പോൾ ഇദ്ദേഹം വളരെ ലിബറൽ ആയിരുന്നു, വളരെ സ്വാതന്ത്ര്യം കൊടുക്കുന്നവൻ, ക്രൂരത ഇല്ലാത്തവനായിരുന്നു. ഇനഫ് ടു നോ ഹിസ് പ്രൊഫഷൻ അതായത് ഹി വാസ് ജനറസ് ഇനഫ് അവൻ എന്തായിരുന്നു, ഇവന്റെ പ്രൊഫഷൻ എന്താണെന്ന് അറിയുവാൻ ആഗ്രഹമുള്ളവനായിരുന്നു. ഇനഫ് ടു നോ ഹിസ് പ്രൊഫഷൻ അവന്റെ പ്രൊഫഷൻ എന്താണെന്ന് അറിയാൻ. ഹിസ് വേർഡ്സ് വെർ ജെന്റിൽ അവന്റെ വാക്കുകൾ വളരെ ജെന്റിലായിരുന്നു അല്ലെങ്കിൽ വളരെ മാർദ്ദവമുള്ളതായിരുന്നു അല്ലെങ്കിൽ വളരെ മനോഹരമായിരുന്നു അല്ലെങ്കിൽ കാമായിരുന്നു, ശാന്തമായിരുന്നു, മൈൽഡ് ആയിരുന്നു എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ വാട്ട് വാസ് ഓഫീസേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സ്പിൽമാൻ. അപ്പൊ ഈ സ്പിൽമാന്റെ ആറ്റിനോട് ആ ഓഫീസർ എങ്ങനെയാണ് പെരുമാറിയത്, വളരെ കാമായിട്ടാണ് പെരുമാറിയത്. അവന്റെ സ്വഭാവം എന്താ, അവന്റെ ജോലി എന്താണെന്ന് അറിയാമായിരുന്നു. അവനോട് വളരെ ജെന്റിലായിട്ടാണ് പെരുമാറിയത്. ഓക്കെ, അപ്പൊ അവന്റെ ഹീസ് വേർഡ്സ് വെർ ജെന്റിൽ ആൻഡ് ബിഹേവിയർ വാസ് ജെന്റിൽ ആൻഡ് ഹിസ് ബിഹേവിയർ അവന്റെ സ്വഭാവം ജെന്റിലായിരുന്നു. എങ്ങനെയായിരുന്നു, ജെന്റിലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്ന് തോന്നുന്നു. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഏതാണ്, ബി. അടുത്ത ചോദ്യം, വൈ ഡു യു തിങ്ക് ദ ഓഫീസർ ആസ്ക്ഡ് സ്പിൽമാൻ ടു പ്ലേ എ പിയാനോ. എന്താണ് ഈ ഓഫീസർ എന്താണ് ഈ സ്പിൽമാനോട് പിയാനോ കളിക്കുവാനായിട്ട് അല്ലെങ്കിൽ വായിക്കുവാനായിട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണ്. വൈ എന്തുകൊണ്ടാണ്. ഡു യു തിങ്ക് നീ ചിന്തിക്കുന്നത്, ഈ എന്താണ് ആ ഓഫീസർ ആസ്ക്ഡ് ചോദിച്ചത് സ്പിൽമാനോട് ടു പ്ലേ പിയാനോ പിയാനോ വായിക്കുവാനായിട്ട് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നാണ് നീ ചിന്തിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം നമുക്ക് ഇങ്ങനെ എഴുതാം. ദ ഓഫീസർ ആസ്ക്ഡ് സ്പിൽമാൻ ടു പ്ലേ ദ പിയാനോ. ദ ഓഫീസർ സ്പിൽമാനോട് പിയാനോ വായിക്കുവാനായിട്ട് പറഞ്ഞു.
ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓക്കെ ബിക്കോസ് ഹി വാണ്ടഡ് സ്പിൽമാൻ ടു ഗെറ്റ് റിലാക്സ്ഡ് അതായത് ഇദ്ദേഹത്തെ കണ്ടുകൊണ്ട് സ്പിൽമാൻ ആകെ പേടിച്ച് വരണ്ടിരിക്കുകയാണ്. അപ്പൊ അവനൊന്ന് ശാന്തനാകുവാൻ വേണ്ടി ഒരു കംഫർട്ടബിൾ ഒരു സ്വസ്ഥത ഒട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സ്പിൽമാൻ ടു ഗെറ്റ് റിലാക്സ്ഡ് ശാന്തനാകുവാൻ വേണ്ടിയിട്ട് ആൻഡ് ഫ്രീ ഔട്ട് ഓഫ് ഫിയർ അങ്ങനെ ശാന്തനായി ഈ ഓഫീസറെ കണ്ട ഭയത്തിൽ നിന്നും അവനൊന്ന് പുറത്തു വരുന്നതിന് വേണ്ടിയാണ്. അറ്റ് ദ സെയിം ടൈം അതേ സമയത്ത് തന്നെ ഹി വാണ്ടഡ് ടു നോ ഹി ഈസ് എ പ്രൊഫഷണൽ പിയാനിസ്റ്റ് ഓർ നോട്ട്. അതേ സമയം തന്നെ അവന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. വാണ്ടഡ് ടു നോ അറിയണമെന്ന് ആഗ്രഹം ഉണ്ട് അല്ലെങ്കിൽ അറിയണം. ഓക്കെ വാണ്ടഡ് ടു നോ ഹി ഈസ് എ പിയാനിസ്റ്റ് എ പ്രൊഫഷണൽ പിയാനിസ്റ്റ് അവനൊരു പ്രൊഫഷണലായിട്ട് ഈ പിയാനോ വായിക്കുന്ന ആളാണോ ഓർ നോട്ട് അല്ലയോ എന്നുകൂടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഓഫീസർ അവനോട് എന്ത് പറഞ്ഞത് ആ പിയാനോ ഒന്ന് വായിക്കുവാനായിട്ട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.